മുസ്ലിം സമുദായത്തിൻ്റെ അധ്വാനത്തെയും കാര്യക്ഷമതയെയും നശിപ്പിച്ച ഒരു വിശ്വാസമാണ് വിധിവിശ്വാസം. എല്ലാം നേരത്തെ തന്നെ പടച്ചവൻ വിധിച്ചു വച്ചിട്ടുണ്ട്. ആ വിധി പോലെ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കുകയില്ല തുടങ്ങിയിട്ടുള്ള വിധിവിശ്വാസം മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. അവരെ നിഷ്ക്രിയരാക്കാനും ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും വരുന്നതിനെ തടയുവാനും ഈ വിശ്വാസം നിമിത്തമായിട്ടുണ്ട്. ഇന്നും സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ഈ വിശ്വാസവുമായാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതേപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ എല്ലാം ശരിയാകും, പ്രാർത്ഥന മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ കരണീയമായ ഏകമാർഗം എന്ന ഖുർആൻ വിരുദ്ധമായ ചിന്തയും അവരെ പിടികൂടി. നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയം. വളരെ ഗൗരവമുള്ള ഒരു ഉമ്മത്തിൻ്റെ അധപ്പതനമാണ് ഈ വിശ്വാസത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഈ വിശ്വാസത്തിലൂടെ ഈ സമുദായം പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ദൈവം തമ്പുരാനല്ല, വേദഗ്രന്ഥങ്ങളല്ല, പ്രവാചകന്മാരല്ല. മറിച്ച് ഖുർആനിന് വിരുദ്ധമായ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ആചാരങ്ങൾ മറ്റ് സമൂഹങ്ങളിൽ സമുദായങ്ങളിൽ നിലനിന്നത് അപ്പടി കടമെടുത്തുകൊണ്ട് ഈ സമുദായം പേറാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ ഒരു ദുരവസ്ഥ ഈ സമുദായത്തെ പിടികൂടിയത്. വിഷയം നിസ്സാരമല്ല, വളരെ കാര്യഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സംഭവമാണിത്. ഖുർആനിൽ ഒരിടത്തും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് പറയുന്നത്. ഖുർആനിൽ ഒരിടത്തും നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോളൂ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന ഒരു കൽപ്പന അതല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമുക്ക് കണി കാണുക സാധ്യമല്ല. മറിച്ച് ഖുർആൻ ഊന്നി പറയുന്ന കാര്യം നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും പാഴ്വേലയാകുകയില്ല. ഇത് മാത്രമാണ് ബുദ്ധിക്ക് നിരക്കുന്നത്, ഇത് മാത്രമാണ് യുക്തിക്ക് നിരക്കുന്നത്, ഇത് മാത്രമാണ് സത്യവും. ഒരാൾ നമ്മൾ ഇതേവരെ വെച്ചു പുലർത്തിയ ഇന്നും 98% സമുദായാംഗങ്ങളും വെച്ചു പുലർത്തുന്ന വിശ്വാസം നമ്മൾ എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. പടച്ചവൻ എന്താണോ വിധിച്ചു വച്ചിരിക്കുന്നത് അതേ നടക്കും. തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല എന്നത് ഒരു കാര്യമാണ്. ഇത്രയും കാലം തലകുത്തി മറിഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ലല്ലോ. പക്ഷേ സമുദായം മനസ്സിലാക്കിയത് ആ അർത്ഥത്തിലല്ല. എന്ത് നമ്മൾ ചെയ്താലും നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പോലും എന്താ ജനങ്ങളുടെ അതല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കാഴ്ചപ്പാടെന്താ? എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, പടച്ചവൻ സ്വീകരിച്ചാലായി. ഇപ്പറയുന്ന ഈ പരാമർശങ്ങൾ 100% ഖുർആനിന് വിരുദ്ധമാണ് എന്ന് ഖുർആനിൻ്റെ തന്നെ സൂക്തങ്ങൾ എടുത്ത് ഞാൻ പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അതൊന്ന് എഴുതി രേഖപ്പെടുത്തി വെക്കണം, ആ നമ്പറുകൾ. കാരണം ഒരു സമുദായത്തെ നശിപ്പിച്ച ഒരു വിശ്വാസമാണ് ഈ പറയുന്നത്. ഒരു സമുദായത്തെ ഒന്നടങ്കം ദുരിതത്തിലാക്കിയിട്ടുള്ള, നിഷ്ക്രിയരാക്കിയിട്ടുള്ള, പിന്നോട്ട് നയിച്ചിട്ടുള്ള, പുരോഗതിയെ തടഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ മങ്ങാതെ എന്നും കിടക്കണം. ഒപ്പം
നിങ്ങളുടെ സുഹൃത്തുക്കളോട്, കുടുംബങ്ങളോട്, അയൽപക്കക്കാരോട് ഈ വിഷയം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അവർക്ക് പകർന്നു കൊടുക്കണം. ഒരുപക്ഷെ പെട്ടെന്ന് സ്വീകരിച്ചില്ലെന്ന് വരും. അത് സത്യത്തിന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. സത്യം എത്ര കടുത്ത സത്യവും പ്രഥമ ദൃഷ്ട്യാ പ്രാഥമിക ഘട്ടത്തിൽ അത് കയ്പുള്ളതാണ്. അത് നാം മനസ്സിലാക്കണം. ഏതൊരു സത്യവും, എത്ര കടുത്ത സത്യവും, എത്ര കടുത്ത യാഥാർത്ഥ്യവും പ്രാഥമിക ഘട്ടത്തിൽ പലരെയും സംബന്ധിച്ചിടത്തോളം അത് കയ്പുള്ളതാണ്. പിന്നെ എപ്പോഴാണ് അതിന് മാധുര്യമുണ്ടാകുക? അത് നുകരുമ്പോൾ, അതിലേക്ക് അടുക്കുമ്പോൾ, അതിനെ അറിയുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് സത്യത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കുക. ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ച സൂക്തമുണ്ടല്ലോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, തൻ്റെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം, സാമീപ്യം ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നു ഖുർആൻ. എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വുളു എടുത്ത് തിരിഞ്ഞിരുന്ന അങ്ങനെ ദ്വാരന്നോളൂ എന്നല്ല പറയാൻ പോകുന്നത്. നമ്മുടെ സമുദായാംഗങ്ങളോട് ഈ വിഷയം അങ്ങോട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ചിത്രം ഇതാണ്: നിങ്ങൾക്ക് റബ്ബിന്റെ, നിങ്ങളുടെ സംരക്ഷകന്റെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ, നിങ്ങളുടെ സൃഷ്ടാവിന്റെ സാമീപ്യം ആവശ്യമാണോ? ആ സാമീപ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഈ സദസ്സല്ലാത്ത മറ്റേത് സദസ്സും നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ അവരുടെ മനസ്സിൽ വരുന്നത് ഇതാണ്. ഇപ്പൊ പറയും തോരക്കാൻ, ഇപ്പൊ പറയും തലകുത്തി മറയാൻ, ഇപ്പൊ പറയും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ. അതൊന്നുമല്ല. ദൈവം തമ്പുരാൻ, തെറ്റുപറ്റാത്ത ദൈവം തമ്പുരാൻ, തെറ്റുപറ്റാത്ത അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവിന്റെ, തന്റെ സംരക്ഷകന്റെ സാമീപ്യം കൊതിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. എന്തെങ്കിലും ചെയ്താൽ ദൈവ സാമീപ്യം കിട്ടുകയില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ ദൈവ സാമീപ്യം അർഹിക്കുന്നില്ല. ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ അവൻ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദൻ, തന്റെ സൃഷ്ടാവിനെ കീഴൊതുങ്ങുന്നതിൽ മറ്റൊരു പങ്കാളിയെയും മറ്റൊരു വ്യക്തിയെയും ശക്തിയെയും അവൻ കൂട്ടുകൂട്ടാനും പാടില്ല. കൃത്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരുപക്ഷെ നമ്മിൽ ചിലരുടെയെങ്കിലും, ഈ ഇരിക്കുന്നവരിൽ പോലും ചിലരുടെയെങ്കിലും മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ എന്തൊക്കെയോ സംഭവിക്കും എന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തണം ഖുർആനിലൂടെ. ലോകത്തിന്റെ ഗതി തന്നെ നോക്കൂ നിങ്ങൾ. ലോകത്തിന്റെ ഗതി, ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനം, അത് ശ്രദ്ധിക്കൂ നിങ്ങൾ. പ്രാർത്ഥിച്ചത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇവിടെ? ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നുന്നുവെങ്കിൽ നേരത്തെ ഞാൻ ആ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. സത്യത്തിന്റെ മുഖം, യാഥാർത്ഥ്യത്തിന്റെ മുഖം പ്രഥമ ദൃഷ്ട്യാ, അതല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ ഒരുപക്ഷെ കയ്പായി അനുഭവപ്പെട്ടേക്കാം. പക്ഷെ പറയുന്നത് കൃത്യമായി മുഴുവൻ മനസ്സിലാക്കുമ്പോൾ അതിന്റെ മാധുര്യം നുകരാൻ നിങ്ങൾക്കാകും. ലോകത്ത് ഒരു കാര്യവും പ്രാർത്ഥനയിലൂടെ നടന്നിട്ടില്ല. അള്ളാഹു ഈ ഭൂലോകം സൃഷ്ടിച്ചത് അവൻ പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല, അവനും പ്രവർത്തിച്ചു. യഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുവേൻ. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ പ്രവർത്തനം അവൻ കാണുന്നുണ്ട്. അപ്പോൾ പ്രവർത്തിക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. എന്തിനധികം നാം ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടുജോലിക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കിളക്കാൻ വിളിക്കുന്നു. അയാൾ നേരം വെളുത്ത് കൃത്യമായി 8 മണിക്ക് വന്നിട്ട് അയാൾ പറയാണ്,
ഞാനിന്ന് നിങ്ങളുടെ പറമ്പിലേക്ക് കൈക്കോട്ടെടുത്തിട്ട് പണിയെടുക്കാനൊന്നുമില്ല. മറിച്ച് നിങ്ങൾ ഒരു വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ കഷ്ടത മുഴുവനും മാറാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ സകല ഐശ്വര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളുടെ മാറാരോഗങ്ങൾ വിട്ടുമാറുവാൻ നിങ്ങൾ കൊതിക്കുന്നുവോ? ഓക്കെ, ഇതൊക്കെ ഉണ്ട്. എന്നാ ഞാൻ ഇവിടെ കയറി ഇരുന്നിട്ട് തുടങ്ങുകയാണ്. എന്ത് പരിപാടി? എന്താണ് ആ പരിപാടി? പ്രാർത്ഥന. എന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പടച്ചതമ്പുരാൻ അതെങ്ങാനും കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർവൈശ്വര്യവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ സകല അസുഖങ്ങളും മാറും. നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ദുരവസ്ഥയും മാറി സമ്പൂർണ്ണ ഐശ്വര്യവാനാവും. ആരെങ്കിലും സമ്മതിക്കും? ഇങ്ങനെ ഒരു പണിക്കാരൻ വന്നിട്ട് ഒരു മുതലാളിയോട് പണിയെടുപ്പിക്കുന്ന വ്യക്തിയോട് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? എന്നെ ഇവിടെ അല്ല നിർത്തേണ്ടത്, വേറെ സ്ഥലത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകില്ലേ? അപ്പൊ പണിയെടുത്ത് ഇനി ഏതൊക്കെ കഴിഞ്ഞു 5 മണി വരെ ഇയാൾ ഇരുന്ന് തോരുന്നു. എന്നിട്ട് പറയാണ് തരി കൂലി കിട്ടുമോ? കൊടുക്കുവോ? ഇല്ല. അതേ സമയത്ത് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി, വെളിയിലിറങ്ങി കൈക്കോട്ടെടുത്ത് അല്ലെങ്കിൽ മൺവെട്ടിയെടുത്ത് ജോലി ചെയ്തെങ്കിൽ അയാൾക്ക് കൂലി കൊടുക്കും. അപ്പൊ ദൈവം തമ്പുരാൻ ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് നൽകിയിട്ടുള്ള ഒരു സംവിധാനം, സ്ഥാപിച്ചിട്ടുള്ള ഒരു സംവിധാനം പ്രവർത്തനമാണ്. പ്രവർത്തനത്തിലൂടെ അല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല, ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നമുക്കുറപ്പുണ്ട്, ഈ ഇരിക്കുന്ന നമുക്കുറപ്പുണ്ട്, ഖുർആൻ ആശയങ്ങളാണ് ലോകത്ത് തല ഉയർത്തി നിൽക്കുന്നത്. ഈ ആശയം ഇവിടെ പ്രചരിക്കണം. ഇതിനെതിരെ വരുന്ന ശബ്ദങ്ങൾ ഈ ഖുർആൻ കൊണ്ട് അടിച്ചു തകർക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതിനു വേണ്ടി പണിയെടുക്കാതെ നമ്മൾ ഓതുകൊടുത്തിട്ടോ ഓതുകൊടുക്കാതെയോ പടച്ചോനെ ഖുർആൻ പ്രസ്ഥാനത്തെ നീ ഉയർത്തണേ, നീ അങ്ങോട്ടാക്കണേ, നീ ഇങ്ങോട്ടാക്കണേ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടും ആവൂല. മറിച്ച് നമ്മൾ പണിയെടുക്കണം. ഇവിടെ ഏത് നല്ല സംഘടനയാവട്ടെ ചീത്തതാവട്ടെ, 24 കാരറ്റ് ഖുറാഫാത്താവട്ടെ, ഇതൊക്കെ ഇവിടെ വളർന്ന് വലുതായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവർത്തനം ഇല്ലാതെ ഒരു പ്രാർത്ഥന എന്നത് ഖുർആനിക സിദ്ധാന്തത്തിനെതിരാണ്, ഖുർആനിന് അന്യമാണ്, ഖുർആൻ അംഗീകരിക്കുന്നതല്ല. ഇനിയും ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം നിങ്ങൾ കേൾപ്പിച്ച സൂക്തത്തിന്റെ നമ്പർ 18-ാം അധ്യായത്തിലെ 110-ാമത്തെ സൂക്തമാണ്. 18 എന്ന് പറയുമ്പോൾ സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ച സ്ഥിരമായി നമ്മുടെ സമുദായ അംഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഓതൽ മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തനമല്ല, പാരായണം മാത്രം. 18-ാം അധ്യായത്തിൽ 110. ഇനി ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എന്താണ് ഇങ്ങനൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിനൊക്കെ കൂലി കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ? ആരാ പറയുന്നത് അറിയോ? നിരീശ്വരവാദികളല്ല, നിർമ്മതവാദികളല്ല, വിശ്വാസികൾ എന്ന് പറയുന്നവർ ആശങ്കിക്കുകയാണ്, സംശയിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിന് കൂലി കിട്ടുന്നെന്ന് ഉറപ്പില്ല. കരുണാമയനായ അർഹമുറഹീമായ പടച്ചതമ്പുരാൻ സ്വീകരിച്ചെങ്കിലായി. ഇപ്പറയുന്നവൻ സത്യത്തിൽ മുശ്രിക്കാണ്. വെറുതെ പറയുന്നതല്ല, ഖുർആനിന്റെ പ്രഖ്യാപിത നയത്തിനെതിരാണത്. എന്താ പറയുന്നത്? പൂർത്തിയാക്കി വീട്ടപ്പെടും. കുല്ലു നഫ്സിൻ, ഓരോ വ്യക്തികൾക്കും, മാ അമിലത്ത്, ആ വ്യക്തി ചെയ്തതിന്റെ ഫലം. വഹും ലാ യുദ്ലമൂൻ, അല്പം പോലും അവർ ആക്രമിക്കപ്പെടുകയില്ല. പ്രഖ്യാപിത നയമാണ് ഖുർആനിന്റെ. ആര് എന്ത് ചെയ്തുവോ, അവിടെ ആ പ്രയോഗം നല്ല ശ്രദ്ധിക്കണം. നന്മ ചെയ്താൽ നന്മയായും തിന്മ ചെയ്താൽ തിന്മയായും അതിന്റെ തിക്തഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നന്മക്ക് നന്മ, തിന്മക്ക് തിന്മ. വഹും ലാ യുദ്ലമൂൻ, അക്രമിക്കുക. ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിക്കുകയില്ല, ചെയ്യാത്ത നന്മക്ക് പ്രതിഫലവും കിട്ടുകയില്ല. അതും അക്രമമാണ്. എന്താ അക്രമം എന്ന് പറഞ്ഞാൽ? എന്താ അക്രമം എന്ന് പറഞ്ഞാൽ? ക്രമം തെറ്റിയത് എന്നാണ്. അക്രമം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ആണെന്നല്ല. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം ഇല്ലാത്തത്,
ചെയ്യാത്ത കാര്യത്തിന് കൂലി കിട്ടൽ അക്രമമാണ്. ചെയ്യാത്ത തിന്മക്ക് കൂലി കൊടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ചെയ്ത നന്മക്ക് അതിൻ്റെ അളവിൽ നന്മ, ചെയ്ത തിന്മക്ക് അതിൻ്റെ അളവിൽ തിന്മ. പക്ഷേ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ നന്മക്ക് അവൻ അർഹിക്കുന്നുവെങ്കിൽ അവന്റെ ആ സാഹചര്യവും ആ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് കൂടുതൽ നന്മ കൊടുക്കാൻ തയ്യാറാണ്. നന്മ. പക്ഷെ തിന്മ ഒരണു അളവ് പോലും കൂടുതൽ കൊടുക്കുകയില്ല. അർഹമുർ റഹീമിന്റെ കാരുണ്യമാണ്. ഇനി അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ഒന്നുകൂടി കൃത്യമായി പ്രഖ്യാപിക്കുന്നു. ലാ അന്നീ, ലാ നേരത്തെ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം നമ്പർ എഴുതിക്കോളൂ. 16-ാം അധ്യായത്തിൽ 111-ാമത്തെ സൂക്തം. വതുവഫ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. ഓരോ വ്യക്തികൾക്കും അവർ പ്രവർത്തിച്ചതിന്റെ കൃത്യമായ അളവിലുള്ള പ്രതിഫലം നൽകപ്പെടും. അവർ ആക്രമിക്കപ്പെടുകയില്ല. 16-ാം അധ്യായം 111. ഇനി അടുത്തൊരു പ്രഖ്യാപനം, ഇതിനേക്കാൾ കടുത്തൊരു പ്രഖ്യാപനം. അന്നീ ലാ ഉദീഉ അജ്റ ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും, അവൻ ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ പ്രതിഫലം അവരുടെ പ്രവർത്തനം ഞാൻ പാഴാക്കുകയില്ല. പ്രവർത്തനമാണ് കേട്ടോ, പ്രവർത്തനം പാഴാക്കുകയില്ല. അപ്പൊ ഇവിടെ പ്രവർത്തനമാണ് പാഴാക്കാതിരിക്കുന്നത്. വെറുതെ എന്തെങ്കിലും അങ്ങനെ ഇരുന്ന് അറിയാത്ത ഭാഷയിലോ അറിയുന്ന ഭാഷയിലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. അന്നീ നിശ്ചയം ഞാൻ, ലാ ഉദീഉ ഞാൻ പാഴാക്കുകയില്ല, അമല ആമിലിൻ മിൻകും നിങ്ങളുടെ കൂട്ടത്തിലെ ഏതൊരു പ്രവർത്തകന്റെയും പ്രവർത്തനത്തെ, മിൻ ദക്കരിൻ ഔ ഉൻസാ അവൻ ആണാകട്ടെ പെണ്ണാകട്ടെ. ആ നമ്പർ 3-ാം അധ്യായത്തിൽ 195. ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആണ് പെണ്ണ് എന്ന അർത്ഥം കിട്ടാൻ ഖുർആൻ ഉപയോഗിച്ച വാക്കെന്താണ്? ദക്കർ, ഉൻസ. നിസാ അത് വിഷയത്തിനോട് ബന്ധപ്പെടുത്തി പറയേണ്ടത് കൊണ്ട് പറയണം. ആൺ പെൺ എന്ന അർത്ഥത്തിന് ഖുർആൻ ഉപയോഗിച്ച ഏക ഭാഷ ദക്കർ, ഉൻസ, ആണ് പെണ്ണ്. അതേ സമയത്ത് നമ്മുടെ മനസ്സിൽ പരിഭാഷകളിലൂടെ റൂഢമൂലമായ ഒരു വിശ്വാസമുണ്ട്. നിസാ, റിജാൽ, പെണ്ണുങ്ങൾ, ആണുങ്ങൾ. സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയുള്ളത്. പരിഭാഷകൾ എടുത്തു നോക്കൂ നിങ്ങൾ. സൂറത്തുൻ നിസാ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്താണ്? സ്ത്രീകൾ. പക്ഷെ അതല്ല, സത്യത്തിൽ നിസ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലുമുള്ള അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. നാം ഒരു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേൾക്കാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. സാമ്പത്തികമായോ ശാരീരികമായോ ബുദ്ധിപരമായോ അവശതയുള്ള വിഭാഗം, അത് ആണുണ്ട് പെണ്ണുണ്ട്. അവർക്ക് പറഞ്ഞ അപ്പോൾ അവശത അനുഭവിക്കുന്നവരെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം അതാണ് സൂറത്തുൻ നിസാ. അതല്ലാതെ ആണ് പെണ്ണ് എന്ന അർത്ഥത്തിന് ഖുർആൻ ഉപയോഗിച്ചത് ദക്കർ, ഉൻസ. അത് സാന്ദർഭികമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഒന്നുകൂടി കൃത്യമായി, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. 3-ാം അധ്യായത്തിൽ 30-ാമത്തെ സൂക്തം. ഏതൊരു വ്യക്തി എന്തൊരു നന്മ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും. അത് അവർ കാണുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം ഞാൻ അവസാനം പറയും. ഇനി ഖുർആൻ ചില ആളുകൾക്ക് ശുഭവാർത്ത അറിയിക്കുന്നുണ്ടല്ലോ, സന്തോഷ വാർത്ത. അതാർക്കാണ്?
ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്? പ്രവർത്തിക്കാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്കാണോ? അല്ല, മറിച്ച് പ്രവർത്തിച്ചവർക്ക് മാത്രം. വബശ്ശിർ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. 2-ാം അധ്യായത്തിൽ 25-ാമത്തെ സൂക്തം എന്താ പറയുന്നത്? വബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുക, മംഗളം നൽകുക, മംഗളം ആശംസിക്കുക. ആർക്ക്? അല്ലദീന ആമനു, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുകയും വഅമിലുസ് സ്വാലിഹാത്തി, നന്മ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്. അല്ലാത്തവർക്കില്ല. പ്രവർത്തനമില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ശുഭവാർത്തയില്ല. പടച്ചവന്റെ പ്രഖ്യാപനമാണ്. ഇനി നമ്മളൊക്കെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ഇരുള് മൊത്തം നീങ്ങണം, അന്ധത നീങ്ങണം, അരാജകത്വം വിഭാടനം ചെയ്യണം, ഇതാഗ്രഹിക്കുന്നവരാണ്. ഇതാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുക? പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവർക്കാണോ പ്രവർത്തിക്കുന്നവർക്കാണോ? അതും കൃത്യമായി പറയുന്നു. ലിയുഖ്രിജ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി മിനദ്ദുലുമാത്തി ഇലന്നൂർ. ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവരൽ ആരെയാണ്? പ്രാർത്ഥിച്ചവരെയല്ല, പ്രവർത്തിച്ചവരെ. 65-ാം അധ്യായം 65-ാം അധ്യായത്തിൽ 11-ാമത്തെ സൂക്തം 2:25. വബശ്ശിർ അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ. ഞാൻ ആ ഭാഗം മാത്രം ടച്ച് ചെയ്യുന്നുള്ളൂ. വബശ്ശിർ, താങ്കൾ ശുഭവാർത്ത അറിയിക്കുക കൂടി ചെയ്യുക. അതിനോട് ആൻഡ് ഇട്ട് പറയുന്ന ആർക്ക്? അല്ലദീന, ഒരു വിഭാഗം ആളുകൾക്ക്. അത് വേറെ ഭാഗമുണ്ട്. ഈ ആളുകളുടെ പ്രത്യേകത, നബി ശുഭവാർത്ത, പ്രവാചകൻ ശുഭവാർത്ത അറിയിക്കേണ്ടുന്ന ജനങ്ങളുടെ പ്രത്യേകത അല്ലദീന ദഅഉ എന്നല്ല, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല, മറിച്ച് അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദൈവിക വ്യവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ, പ്രവർത്തകന്മാർക്ക് മാത്രമേ ശുഭവാർത്തയുമുള്ളൂ. പ്രവർത്തകന്മാരെ മാത്രമേ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവരികയുള്ളൂ. പ്രവർത്തകന്മാരെ മാത്രമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ദൈവം തമ്പുരാൻ കൊണ്ടുവരികയുള്ളൂ. ഇനി ചില ജോലി ചെയ്താൽ, നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസുകളിലെ ആളുകൾക്കൊക്കെ പ്രൊമോഷൻ കിട്ടാറുണ്ട്. ആർക്കാണത്? ഖുർആനൊക്കെ ഒന്ന് മാറ്റി വെച്ച് തൽക്കാലം ഒന്ന് വേറെ ചിന്തിക്കുക. ആർക്കാണ് ഉദ്യോഗ കയറ്റം കിട്ടുക? ആർക്കാ കിട്ടുക? തൻ്റെ ഉദ്യോഗത്തിൽ യാതൊരു ഒരു സത്യസന്ധത ഇല്ലാതെ ഇരുന്ന് തൂങ്ങിയവർക്കാണോ പ്രൊമോഷൻ കിട്ടുക? അല്ല, കാര്യക്ഷമതയോടുകൂടി തൻ്റെ ഡ്യൂട്ടി, തൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്ത ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടും. ഇതേ നിലപാടാണ് ഖുർആനിൻ്റെ. ഇതേ നിലപാട്. അങ്ങനെ ഉറക്കം തൂങ്ങികൾക്ക് യാതൊരു പ്രൊമോഷനും പറഞ്ഞതും ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നില്ല. മറിച്ച് പ്രവർത്തകന്മാർക്ക്. നോക്കൂ നിങ്ങൾ, ഫമൻ യഅമൽ. ഇത് നമ്മൾ എത്ര നിസ്കാരത്തിൽ ഓടിപ്പോയതാണ് അല്ലേ? എത്ര മദ്രസയിലൊക്കെ നിസ്കരിക്കുന്നവനും അല്ലാത്തവനും കാണാതെ പഠിച്ചതാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എന്താണ് ആ പറഞ്ഞത്? അറിയില്ല. ഫമൻ യഅമൽ, ആര് ചെയ്തുവോ, മിസ്ഖാല ദർറത്തിൻ. ഈ ദർറത്ത് എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ധാന്യമണിയില്ലേ, ധാന്യമണി എന്നാണ് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഒരു കടുകുമണി എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? ഒരു കടുകുമണിയുടെ അണുമണി. ഇനി അണു ആയാലും കുഴപ്പമില്ല, അണു ബോംബാവാനാണ്. അത്ര നിസ്സാരത്തിൽ നിസ്സാരം എന്ന നിലക്ക് നന്മ ആര് ചെയ്തുവോ, യറഹു, നിശ്ചയം അതവൻ അനുഭവിക്കുക തന്നെ ചെയ്യും.
വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു, അണുമണി അളവിൽ ആര് തിന്മ ചെയ്തുവോ അതും അവൻ കാണുക തന്നെ ചെയ്യും. ഇതേപോലെ വലിക്കുല്ലിൻ ദറജാത്തുൻ മിമ്മ അമിലു എന്ന ഒരു പ്രയോഗം ഖുർആനിൽ കാണാം. വലിക്കുല്ലിൻ ദറജാത്തുൻ മിമ്മ അമിലു, ഓരോ ആളുകൾക്കും അവർ പ്രവർത്തിച്ചതിലൂടെ പ്രമോഷൻ ഉണ്ട്. ദറജ എന്ന് പറഞ്ഞാൽ ദറജ എന്ന് പറഞ്ഞാൽ കയറ്റം. നമ്മൾ ഈ കോണിപ്പടിയില്ലേ, കോണിപ്പടിക്ക് ദറജ എന്നാ പറയാം. അറബികൾ പറയും ഓയ് എവിടെയാണ് എന്റെ ദറജ്, കോണിയുടെ അടുത്ത്. അപ്പൊ കോണിക്ക് എന്താ പേര് വരാൻ കാരണം? കോണിക്ക് ആ പേര് വരാൻ കാരണം ഇങ്ങനെയാണ്, ഇങ്ങനെ മേലേക്ക് പോവല്ലേ, 1, 2, 3 അങ്ങനെ മേലേക്ക് പോവാണ്. അപ്പൊ അതാണ് ആ പേര് അതിന് വരാൻ കാരണം. ദറജ വലിയ ദറജയിലാന്ന് പറയാം നമ്മള്, വലിയ ദറജയിലാണ്. എന്താ ദറജ? അല്ല ഉയർച്ചയിലാണ്. ഇതാണ് ഈ പേര്. ഈ ഭാഷ വെറുതെ ഉണ്ടായതല്ല. അങ്ങനെ ഓരോ സാധനത്തിനും മറ്റേ ഈ അതിന്റെ റൂട്ട് പരിശോധിച്ചാൽ അറിയാം ഏതൊരു സാധനത്തിനാണ്. ഇപ്പൊ ഇതിനെന്താ പേര്? ഇതിനെന്താ പേര്? മൊബൈലിലെ ഇതിനൊരു പേരുണ്ട് അറബിയിൽ, നക്കാൽ. എന്താ അതിന്റെ അർത്ഥം? ഇങ്ങനെ നീക്കാൻ പറ്റുന്ന സാധനം. ഇതിന് ഹാത്തിഫ് എന്ന് പറയാൻ പാടില്ല. ഹാത്തിഫ് തന്നെ സിറ്റിംഗ് ഒരു സാധനം ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്. മറ്റേ ഫോൺ, ലാൻഡ് ഫോൺ, അത് ഹാത്തിഫാണ്. അത് അവിടുന്ന് സാധാരണ നിലയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറില്ല, ചലിപ്പിക്കാറില്ല. ഒരിടത്ത് ഇരുന്നാൽ അതങ്ങനെ വെക്കാറുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ പുതിയത് വേറെ ആ ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെതിരല്ല കേട്ടോ. ഇതിന്റെ പേര് ഹാത്തിഫ് എന്ന് പറയാൻ പാടില്ല. ഇത് നക്കാലാണ്. നക്കാൽ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൊണ്ടടക്കാൻ പറ്റുന്നത്. ജവ്വാൽ എന്നും പറയും. ജവ്വാൽ പഴയ ഒരു ഭാഷയാണ് ജവ്വാൽ. എന്താ ജവ്വാലിന്റെ അർത്ഥം? ജവ്വാൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നടക്കാൻ പറ്റുന്നതാണ്, കൂടെ കൊണ്ടടക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിനൊക്കെ റൂട്ടുണ്ട്. എന്തൊരു വിഷയമാണെങ്കിലും അതിന്റെ റൂട്ടുണ്ട്. എല്ലാ ഭാഷയിലും ഉണ്ടായിരിക്കും, അറബി ഭാഷയിൽ ഏതായാലും ഉണ്ട്. അപ്പൊ ആ റൂട്ട് അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ വലിക്കുല്ലിൻ എല്ലാവർക്കുമുണ്ട്. ദറജാത്തുൻ സ്ഥാനക്കയറ്റം, പ്രമോഷൻ, നിമ്മ അമിലു പ്രവർത്തിച്ചതിന്റെ പേരിൽ ആണോ, നിമ്മ ദഅൂ പ്രാർത്ഥിച്ചതിന്റെ പേരിലല്ല, പ്രവർത്തിച്ചതിന്റെ പേരിൽ കയറ്റം. മനസ്സിന്റെ ഉള്ളിലെങ്ങാനും ഒരംശം ഉണ്ടെങ്കിൽ പിഴുതെറിഞ്ഞേക്കണം, വലിച്ച് വേരോടെ പിഴുതെറിഞ്ഞേക്കണം. മുസ്ലിം ഉമ്മത്തിനെ അക്ഷരാർത്ഥത്തിൽ നശിപ്പിച്ച ഒരു ചിന്തയും വിശ്വാസവുമാണ് ഇത്. നമ്മളങ്ങനെ വെറുതെ ഇരിക്കുക, വെറുതെ അങ്ങനെ നിഷ്ക്രിയരായിരുന്ന് അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾ തപ്പി നോക്കൂ. ലോകം മുഴുവൻ മറ്റേ 10-68 അറബ് രാജ്യങ്ങളുണ്ട്. അറബി ഭാഷ സംസാരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന അഹന്ത നടിക്കുന്ന 10-68 രാജ്യങ്ങളുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങൾ മൊത്തം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. 50 പൈസയുടെ ഒരു പേന കണ്ടുപിടിച്ച ചരിത്രമുണ്ടോ? 50,000 കോടിയുടെ പള്ളി പണിതിട്ടില്ലേ? ആണോ? അത്രേ ഉള്ളൂ. ലോകത്തിന്റെ ഭൂപടത്തിൽ ഒരു പുള്ളിയായി പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഈ കേരളത്തിൽ എത്ര കോടികളുടെ പള്ളി പണിയപ്പെട്ടു, എത്ര മതസ്ഥാപനങ്ങൾ ഇവിടെ വന്നു, എത്ര ഇഫ്താർ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി നടക്കും. പക്ഷേ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിന് അവകാശപ്പെടാൻ അർഹതയുണ്ടോ? ഞങ്ങൾ ഇന്നത് കണ്ടുപിടിച്ചു എന്ന് അർഹിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ ഇനി കേട്ടോളൂ, അത് കണ്ടുപിടിച്ച ആളുകൾ ഇവിടെയുണ്ട് അല്ലേ? ആ കണ്ടുപിടിച്ചവരെ കുറിച്ച് എന്താണ് നമ്മുടെ നിലപാട്? അതും പറയണല്ലോ. അവരൊക്കെ കാഫിര്യങ്ങളാണ്. അള്ളാഹു നരകത്തിലിട്ട് ഇങ്ങനെ പൊരിക്കും അല്ലേ? 50 പൈസ പോയിട്ട് 5 പൈസന്റെ ഒരു ഗുണം ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടില്ലാത്ത ദ്വാരക്കൽ മാത്രം പതിവാക്കിയ ഈ 1-ാം നമ്പർ മൂമിനിനെ പടച്ചോൻ സ്വർഗത്തിലിട്ട് ഇങ്ങനെ
ഇങ്ങനെ തിളപ്പിക്കുക, മറ്റവനെ നരകത്തിൽ ഇങ്ങനെ ഇട്ട് പൊരിക്കുക. എന്തോ ഒരു പടച്ചോനാണ് ആ പടച്ചോൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇന്ന് നമ്മുടെ കേരളത്തിൽ AC പള്ളി ഉണ്ട്. AC പള്ളി ഇപ്പൊ അടുത്ത് അത് പോട്ടെ, എല്ലാം നടക്കാത്ത കാവിലുണ്ടെന്ന്. അല്ല, കുരിശ് അല്ല, നമ്മളെ മാപ്പിളാര പള്ളി AC പള്ളി. AC ആരാ കണ്ടുപിടിച്ചത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആണോ? അബൂ ഹുറൈറ ഇബ്നു അബ്ബാസ് ആണോ? ഇങ്ങനെ 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 ഇബ്നു അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, ആണോ? അല്ല. ഇതൊരു പക്ഷേ ഇതിന്റെ പേര് തേടിപ്പോയ ഹോ ഹോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തൊള്ളയിൽ കൊള്ളാത്ത ചില ആളുകളായിരിക്കും. 1-ാം നമ്പർ ജൂതനായിരിക്കും, അല്ലേ? അതല്ലെങ്കിൽ മതം ഇല്ലാത്തവരായിരിക്കും, ആരെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു സാധനമായിരിക്കും. എന്നിട്ട് ഇവര് നിസ്കാരത്തിൽ മുഴുവൻ കുനൂത്തിലൊക്കെ പറയാണെന്ത്, ഈ യേശുവിനെ തണുപ്പ് കൊണ്ട് നിന്നുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളല്ലാത്തവരൊക്കെ നശിപ്പിക്കണേ. ഇവന്റെ ചെവിയുടെ കുന്നി പിടിച്ചിട്ട് പറയണ്ടേ, എടാ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ യേശുവിന്റെ തണുപ്പ് കൊണ്ടുകൊണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാൻ വിഡിത്തരത്തിന്റെ ആഴം. നമ്മളെ മുന്നിലിരുത്തിക്കൊണ്ട് ഒരു നമുക്ക് കഞ്ഞി ഇങ്ങനെ ഒഴിച്ചു തരികയാണ്. കഞ്ഞി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ബിരിയാണി, നമുക്ക് എന്താണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിഭവം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒഴിച്ചു തന്നു. അല്ലെങ്കിൽ വിളമ്പി ഇതാ കുറച്ചും കൂടി കഴിച്ചുകൂടും. അങ്ങനെ ഒഴിച്ചു വരുമ്പോ ഇയാൾ പറയാണ്, പടച്ച തമ്പുരാനെ ഇയാളെ നശിപ്പിക്കണേ എന്ന് പറയോ ബുദ്ധിയുള്ള? ഈ ഏച്ചിയുടെ തണുപ്പിൽ നിന്നുകൊണ്ടാണ് ഈ കുനൂത്ത് ഓതുന്നത്. ആ കുനൂത്തിലാണ് ഈ പീരങ്കി പൊട്ടിക്കുന്നത്. ഇനി ഏസി ഇല്ലാത്തടത്ത് ഫാന്, അതും മാപ്പിളാണ്ട് പിടിച്ചല്ലോ. കാണ്ടമാനം പറയുന്ന നുണ മുഴുവൻ പറയുന്നത് മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ടാണ്. ആ മൈക്ക് കണ്ടുപിടിച്ചനാരാണ്? സൽമാൻ ബിൻ ഫാരിസ് ആണോ? അബൂ ഹുറൈറയാണോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആണോ? സഅദ് ബിൻ അബി വക്കാസ് ആണോ? അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ ഏതോ ഒരു നമ്മുടെ തൊള്ളയെ കൊള്ളാത്ത ഒരു ചങ്ങാതിയാണ്. പെട്ടെന്നിട്ട് ആ ഫാന്റെ മൈക്കിൽ നിന്നിട്ട് പറയുന്നു, അല്ലാഹുമ്മ മറ്റേ അഹിലിക്ക്, അല്ലാഹുവേ നീ നശിപ്പിക്കണേ, മാപ്പിളാരല്ലാത്തവരൊക്കെ നശിപ്പിക്കണം. മാപ്പിളാരല്ലാത്തവരെങ്ങാനും നശിച്ചില്ലെങ്കിൽ വിവരം അറിയുന്നു. പച്ചവെള്ളം കുടിക്കുമായിരുന്നു. ഇപ്പൊ ഗൾഫിലേക്ക് ഓടിയെന്ന് പറഞ്ഞു. അറബികളെ കണ്ടിട്ട് ഓടിയതാണോ? അല്ല. പിന്നെ പെട്രോളാണ് ഓടാൻ കാരണം. പെട്രോള് അവിടെ ഉണ്ട് എന്നുള്ള വിവരം എങ്ങനെയായിരുന്നത്? ഏതെങ്കിലും മാപ്പിളസാരി കണ്ടുപിടിച്ചതല്ല. പിന്നീട് ബുദ്ധിയും തൻ്റെ ഇടവും വിവേകവുമുള്ള ഇസ്ലാമിന് അപ്പുറത്തുള്ള, അതല്ലെങ്കിൽ മതമില്ലാത്തവരോ മതവിമർശകരോ ആയ ആളുകൾ ഈ സ്ഥലത്ത് ഇതുണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അവർ തപ്പി, അവർ കുഴിച്ചു, അവർ കണ്ടെടുത്തു. ഇന്നും അതുകൊണ്ടാണല്ലോ അറബ് രാജ്യത്ത് നിന്ന് അവരുടെ മേൽക്കോയ്മ ഒഴിവാക്കാൻ പറ്റാത്തത്, അല്ലേ? ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവർ തമ്മിലൊരു വ്യവസ്ഥയുണ്ട്. ഇത്ര പെട്രോൾ കുഴിച്ചെടുത്താൽ, ഇത്ര ഡീസൽ ഉണ്ടാക്കിയാൽ, ഇത്ര മറ്റേ ഓയിൽ ഉണ്ടായാൽ അതിന്റെ ഇത്ര ശതമാനം ഞങ്ങൾക്ക്, ഇത്ര നിങ്ങൾക്ക്. അത് പലയിടത്തും അവർക്ക് കൂടുതലാണ്. കാരണം ബുദ്ധി, തൻ്റെ ഇടം, ചിന്ത, കണ്ടുപിടുത്തം ഇതൊക്കെ അവരുടേതാണ്. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ആ എച്ചിരികൾ തിന്നോളൂ, അപ്പൊ കുറച്ച് അനുഭവിച്ചോളൂ എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയില്ല. അതല്ലാതെ അറബികൾക്ക് പൂതി ഉണ്ടായതുകൊണ്ടല്ല അവരെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പടച്ചതമ്പുരാനെ അബുദാബിയിൽ പെട്രോൾ പമ്പ് ഉണ്ടാവിടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമായിരുന്നോ? ഡീസൽ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടണേ എന്ന് പറഞ്ഞാൽ ചാടുമായിരുന്നോ? ഇനി മറ്റൊന്ന്, ഒരുത്തൻ ഇരുന്ന് ഇങ്ങനെ ദ്വാരക്കാണ്, റഹ്മാനായ റബ്ബേ നീ ആകാശത്തിന്റെ രക്ഷിതാവല്ലേ, ഭൂമിയുടെ രക്ഷിതാവല്ലേ, നീ സർവശക്തനല്ലേ, ഞാൻ കല്യാണം കഴിക്കാൻ ഏതായാലും തയ്യാറില്ല, പക്ഷെ സ്വാലിഹായ സന്താനത്തെ എനിക്ക് തരണം. നടക്കൂ? നടക്കൂല്ലല്ലോ. അപ്പൊ ഇതേപോലെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയും. പ്രവർത്തിക്കാൻ സന്നദ്ധനല്ല. എന്നിട്ട് ആള് പറയാണ്, ഈ ഭൂലോകം മുഴുവനും ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട്.
പിന്നെ ചില പ്രശ്നങ്ങൾ നമ്മിൽ പലർക്കും പറ്റിയത് നേരത്തെ നമ്മൾ ഖുർആൻ കേൾക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള പലർക്കും അബദ്ധങ്ങൾ തലക്കടി കിട്ടിയിരിക്കുകയാണ് അല്ലേ? വെടികൊട്ട് എന്താണ് പാമ്പ് കടിച്ചോനെ വെടികൊണ്ട് തന്നെ പോലെ ഉള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. എന്താ കാരണം? കുറച്ച് നേരത്തെ നമുക്ക് ഈ സാധനം കിട്ടിയില്ല, അതുകൊണ്ട് പറ്റിയതാണ്. അത് നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മുടെ ലെവലിൽ മാത്രമേ നാം സഞ്ചരിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ സഞ്ചരിച്ചിരുന്നെങ്കിൽ എനിക്ക് വഹിക്കാൻ പറ്റാത്ത ഒരു ഭാരം ഞാൻ വഹിക്കുമായിരുന്നില്ല. എന്നെക്കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ബാധ്യത എനിക്കുണ്ടാക്കുമായിരുന്നില്ല, നിങ്ങൾക്കുണ്ടാക്കുമായിരുന്നില്ല. അത് നിങ്ങളങ്ങോട്ട് ചിന്തിച്ചാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റേത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലേ? അപ്പൊ ആ നിലക്ക് നമ്മൾ ചിന്തിച്ചാൽ മതി. പക്ഷേ നമ്മളെ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ മൊത്തത്തിൽ മനുഷ്യരെ ബാധിച്ചത് എന്താണെന്നറിയോ? ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയല്ല, ഞാനും നിങ്ങളും മറ്റാർക്കോ വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്ന ഒരു ദുരാഗ്രഹം. അവിടെ ഏസിയുണ്ട് അത്രേ, അതിനെന്താ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വേണ്ടേ? അത് ശരിയാണ്. അവിടെ ഒരു ഏസി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എ സി ഇല്ലാതെ കിടന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ തണുപ്പാണെങ്കിൽ പോലും എ സി വേണം, കാരണം അവിടെ ഉണ്ട്. ഇവിടെ ആവശ്യമുണ്ടായിട്ടല്ല, ഇവിടെ ഫാന് കൂടി വേണ്ട, നല്ല തണുപ്പാണ്. പക്ഷേ അവിടെ ഉണ്ടല്ലോ, അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഈ ഒരു അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹം, അത്യാഗ്രഹം മനുഷ്യ മനസ്സിനെ പിടികൂടിയപ്പോൾ അവന്റെ ജീവിതം പാടെ മാറി. ഇല്ലാത്ത ബാധ്യതകൾ തലയിലേറ്റേണ്ടി വന്നു. ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ ഒരു വീടിരിക്കൽ പുരപാറക്കൽ ഉണ്ടാവുമ്പോൾ മറ്റേ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അത് ഒരു നാട്ടു ആചാരമാണ്. അതിൽ തൊട്ടപ്പുറത്തൊരു കുടിയിരിക്കൽ നേരത്തെ ഒരു മാസം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയാണ് കൊടുന്നത്? അവർ ഫ്രിഡ്ജ് കൊടുന്നു, മറ്റേ TV കൊടുന്നു, വാഷിംഗ് മെഷീൻ കൊടുന്നു, പിന്നെ സോഫ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പുറത്തുള്ളവൻ്റെ വീടിരിക്കൽ വരികയാണ് അടുത്ത മാസം. ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വാഷിംഗ് മെഷീന് പോയിട്ട് ചൂല് കൊണ്ടുവരാൻ നിവർത്തില്ല, അടിക്കണ ചൂല് കൊണ്ടുവരാൻ നിവർത്തില്ല. അപ്പോൾ വാപ്പ എന്ത് ചെയ്തു? ഒരു പലിശക്കാരടുത്ത് പോയി പറഞ്ഞ് എൻ്റെ മോളെ കുടിയിരിക്കലാണ് നാളെ, അല്ലെങ്കിൽ ഇന്ന മാസം ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യും, പെട്ടില്ലേ. അപ്പം അതുകൊണ്ട് ഇയാൾക്കില്ല, വരുമാനമില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പൊ അവിടുന്ന് പലിശക്ക് വാങ്ങി, അതിന് കൊള്ളപ്പലിശക്ക് വാങ്ങി, അല്ലെങ്കിൽ ബാങ്കിൽ പണയം കൊണ്ടുവച്ച്, അവൻ്റെ അടുത്തില്ല സ്വർണം, വേറെ അടുത്തന്നെ വാങ്ങി കൊണ്ടുപോയി വെച്ചു. അങ്ങനെ കാര്യം സാധിച്ചു. അവിടെ അങ്ങനെ വാഷിംഗ് മെഷീൻ നടക്കണം, AC ഇങ്ങനെ വർക്ക് ചെയ്യണം, ഒക്കെ നടക്കണം. പക്ഷെ ബന്റെ കരട് ഇങ്ങനെ പൊട്ടിയാണ് കിടന്നിട്ട്. എന്തൊരു സുഖം ഉണ്ടാവും ആ ഫ്രിഡ്ജിലത്തെ വെള്ളം കുടിക്കാൻ, എന്തൊരു സുഖം ഉണ്ടാവും ആ തണുപ്പ് കൊള്ളാൻ. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അൽ ആഖിലു തക്ഫീഹി അൽ ഇശാറത്തു, അറബിയിൽ ഒരു പഴമൊഴിയാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരു സൂചന നൽകിയാൽ ബാക്കി അവരങ്ങനെ മെനഞ്ഞെടുത്തോളൂ. അപ്പൊ അത്രേ വേണ്ടുള്ളൂ. അപ്പൊ മുസ്ലിം ഉമ്മത്തിനെ തകർത്ത പല കാര്യങ്ങൾ ഉണ്ട്. അതിലൊന്നാണ് ഞാനിവിടെ തുടങ്ങി വെച്ച വിധിവിശ്വാസം. നമ്മളങ്ങനെ വെറുതെ ഇരിക്കുക. പടച്ചതം പോലാൻ റബ്ബുൽ ആലമാണ്. അതിപ്പം സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം സമ്മതിക്കാതെ തന്നെ റബ്ബുൽ ആലമീനാണ് പടച്ചവൻ. ആ റബ്ബുൽ ആലമീൻ എന്ത് ചെയ്യും? എൻ്റെ വായിലേക്ക് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഉന്തിത്തരും. പണ്ടൊരു ചങ്ങാതിക്ക് പഴം തിന്നാൻ കൊടുത്തു. അപ്പൊ ആള് പറഞ്ഞതൊന്ന് തൊലിച്ചാ പോരാ, വായിലേക്കൊന്ന് വെച്ചാലും പോരാ, ഉന്തണം. ഇങ്ങനെ ഇതൊക്കെ പടച്ചോർക്ക് നമ്മളാണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഭൂമി എത്ര വിശാലമാണ്. നമ്മുടെ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. കാര്യക്ഷമതയോടുകൂടി ജോലി ചെയ്യാൻ തയ്യാറുള്ള എത്ര യുവാക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏതൊരു യുവാവിനും പണിയില്ലാത്ത അവസ്ഥ ഒന്നുണ്ടോ? നമ്മുടെ കോഴിക്കോട് നഗരത്തിലേക്കൊന്ന് പോയി നോക്ക്. ഒരു ചായ കുടിക്കാൻ നമ്മുടെ ഒരു കാക്ക ചെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൊടുങ്ങും. കാരണം അവിടെ ഇവന്റെ ഭാഷ അറിയുന്നവനല്ല ഉള്ളത്.
വേറെ ഏതൊരു നാട്ടുകാരനാണ്. എന്താ കാര്യം? മുതലാളിക്ക് അവരോട് പ്രത്യേകിച്ച് പ്രിയുണ്ടായത് കൊണ്ട് കൊണ്ടൊന്നുമല്ല. ഇവിടുത്തെ ഒരു പണിക്കാരനെ ഒരു ദിവസം വന്നാൽ 10 ദിവസം ലീവാണ്. ഇവിടുത്തെ നമ്മുടെ മലയാളിയെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഹോട്ടൽ തുറക്കാൻ കഴിയോ? ഒരു ചായക്കട തുറക്കാൻ കഴിയോ? ഇല്ല. ഇന്ന് വന്നാൽ ഇന്നേ വന്നിട്ടുള്ളൂ ആദ്യമായിട്ട്. അപ്പോ ഒരു 3 മണി 4 മണിക്ക് വന്നിട്ട് മലയാളി, എനിക്ക് ഞാൻ നാളെ ഉണ്ടാവോല്ല ആരെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നല്ല. നാളെ ആരെങ്കിലും ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നുണ്ടാവും. അതല്ലേ, ഞാൻ 10 ദിവസം ലീവാണ്. അപ്പൊ എത്രയുടെ ഒരു പണിക്ക് ഞാൻ ഇന്നേ വന്നിട്ടുള്ളൂ. അത് ശരിയാണ്. അപ്പൊ ഇന്ന് വന്നു, ഒരു ദിവസം പണിയെടുത്തു, 10 ദിവസം ലീവ്. നന്നായി കേൾക്കണം നിങ്ങൾക്ക്. നമ്മുടെ ഇതേ മലയാളി ഒരു ദിവസം മാന്യമര്യാദക്ക് വളരെ, അതും ഇവിടെ എന്തൊക്കെ ഉണ്ട്, യൂണിയൻ ഉണ്ട്, എല്ലാ ഹലാക്കും ഇവിടെ ഉണ്ട് അല്ലേ? അതേസമയം ഇതേ മലയാളി ഇവിടെ 350 രൂപ ദിനം പ്രതി ഒരു ദിവസം അവന് കിട്ടുന്നുണ്ടെങ്കിൽ 10,000-ന് മേലെയായി ശമ്പളം. ഇതേ മലയാളി 1.5-2 ലക്ഷം രൂപ സ്വന്തം കയ്യിൽ നിന്നോ അതല്ലെങ്കിൽ ഭാര്യയുടെ അരഞ്ഞാണം വിട്ടിട്ടോ വിസ സംഘടിപ്പിച്ച് പോവാണ് നാട്ടിലേക്ക്, ഗൾഫിലേക്ക്. എന്തിന്? വിദ്യാഭ്യാസം ഇല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു കഴിവില്ല. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന പണി ഒരു പക്ഷേ ആടിനെ നോക്കലായിരിക്കും. അടുനോക്കിലാണ് ജോലി, പക്ഷെ ആട് നോക്കലാണ്. പണ്ടൊരുത്തം പറഞ്ഞതാണ്, എന്താണ് ജോലി? അടുനോക്കിലാണെന്നാണ്. അടുനോക്ക് പോയി നോക്കുമ്പോഴല്ലേ ആട് നോക്കലാണ്. അടുനോക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെട്രോൾ പമ്പിന്റെ ഒരു പേരാണ് അഡ്നോക്ക്. ആ മൊത്തത്തിൽ UAE പ്രത്യേകിച്ച് അബുദാബി, ഷാർജ ഇവിടൊക്കെ അഡ്നോക്ക് കമ്പനിയാണ്. ADNOC. അതെ, അതാണ് അഡ്നോക്ക്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി, അതാണ് അഡ്നോക്ക്. അതവിടെ മൊത്തം വ്യാപകമാണ്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോഴോ അഡ്നോക്കിലല്ല, ആട് നോക്കലാണ് പരിപാടി. പക്ഷെ ഇതിന് എന്തെല്ലാം സഹിക്കണം എന്നറിയോ? ഭക്ഷണമില്ല. ഇതിനാണല്ലോ ഇവൻ പാടുപെടുന്നത്. മറ്റൊക്കെ നിൽക്കട്ടെ, ഭക്ഷണമില്ല. എന്തിന്? മനുഷ്യ കുഞ്ഞുങ്ങളുമായി സംസാരിക്കാൻ ഒരു ഏർപ്പാടുമില്ല, ഫോണില്ല. ജീവൻ അപകടത്തിൽപ്പെട്ടാൽ പോലും ഒരാളെ വിളിച്ചറിയിക്കാൻ പറ്റാത്ത, കര കാണാത്ത മരുഭൂമി. നമ്മുടെ നാട്ടിൽ ഒരു മലയാളിക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരുത്തന് ലീവ് എടുക്കാൻ തലവേദന വേണ്ട, പനി വേണ്ട. പനി ഉള്ളവനെ കണ്ടവനെ കണ്ടാൽ മതി. കല്യാണം വേണ്ട, അവനെ വിളിക്കാത്ത കല്യാണം പഞ്ചായത്തിലുണ്ടായാൽ മതി. ആ പഞ്ചായത്തിൽ ആ പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് കല്യാണമാണ്, ഞാൻ 2 ദിവസം. വീട്ടുകാർക്ക് ആകെ ഒരൊറ്റ ദിവസം ലീവുള്ളൂ. പക്ഷേ കല്യാണത്തിന് ക്ഷണിക്കാത്തവന് ഒരാഴ്ച ലീവ് വേണം. ഇതേ മലയാളി ഗൾഫ് നാടുകളിൽ ചെന്നുകൊണ്ട്, പ്രത്യേകിച്ച് എൻ്റെ ഒരു അറിവുണ്ടായിരുന്നു, നിലവിലുള്ള ഇസ്ലാമിനോട് ഒക്കെ വലിയ കൂറും ബഹുമാനമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ അയാൾക്ക് ഇങ്ങനെ ജോലി ചെയ്ത് ലൈബ്രറിയൻ. അങ്ങനെ എന്നോട് പറഞ്ഞു, എനിക്കൊരു പണിക്കാരന് വന്നു. ഞാൻ തരാം. അപ്പോൾ പിന്നെ ഒരു ഇസ്ലാമിക സ്പിരിറ്റൊക്കെ ഉള്ള ഒരാളായത് ഞാൻ പറഞ്ഞു, ഞാൻ തരാം. ഞാനും വന്ന് ആ ഒരു മതസ്പിരിറ്റാണല്ലോ, ഇസ്ലാമിക സ്പിരിറ്റ് അല്ല, മതസ്പിരിറ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ലൊരു മുസ്ലിമിനെ തരാം. മുസ്ലിം. ഞാൻ ആകെ തെറ്റുപോയി. അറബി പറഞ്ഞതാണ്, വല്ല മാബി മുസ്ലിം, മാബി മുസ്ലിം. ഒക്കെ മുസ്ലിമിന് വേണ്ട. താടിയുള്ള, തലയിൽ വട്ടുള്ള, ഉള്ളിലും വട്ടുള്ള അറബി 1-ാം നമ്പർ അറബി പറയാണ് മാബി മുസ്ലിം. അപ്പൊ ഞാൻ ചോദിച്ചു, ലേസ് എന്താ കാരണം? മുസ്ലിം മുസ്ലിം വന്നാൽ ഓനക്ക് നിസ്കരിക്കാനും നോമ്പ് വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വേണ്ട. അവൻ പറഞ്ഞതാ. അതേപോലെ ലായമൽ, ഓൻ കൃത്യമായിട്ട് ജോലി ചെയ്യൂല. ഇതാ യജി കാഫിർ കോയിസ് മസ്ബൂത്ത് മിയ. കാഫിറാണ് വരുന്നതെങ്കിൽ ഓനക്ക് നിസ്കരിക്കാനുമില്ല, നോമ്പുമില്ല, ഓൻ കൃത്യമായിട്ട് ജോലി ചെയ്തോളൂ. റബ്ബ് സാക്ഷി, ഗൾഫിലെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ അവസ്ഥ മനസ്സിലായി. എന്തേ കാര്യം? ഇവിടുന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ഉന്തിട്ടാലും വീഴാത്തോ അവിടെ നിസ്കരിക്കാൻ തുടങ്ങി. കാരണം അതൊരു സുഖം കൂടിയാണ്. ആ കടുപ്പുള്ള ജോലിയിൽ നിന്ന് തൽക്കാലത്ത് വിട്ടു നിൽക്കാനുള്ള ഒരു സുഖം കൂടിയായിട്ട് മലയാളി അതിനെ കണ്ടു.
റബ്ബ് സാക്ഷിയാണ്, അനുഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് വേണ്ടാത്ത മുസ്ലിങ്ങൾ ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. അറേബ്യൻ ഇവിടെ മറ്റേ മൊയ്ലിയരിൽ ഇപ്പൊ നമ്മുടെ ജയിലിൽ കിടക്കണ കാലുമുറിയ മൊയ്ലിയർ മൂപ്പർ ഇവിടെ പ്രസംഗിച്ച് നടന്നെന്താ ഒരു കാലത്ത് സുഹൃത്തുക്കളെ, ഞങ്ങള് LK അദ്വാനി പറയുന്നു, ഞങ്ങളോട് നാട് വിട്ടോടാൻ, ഞങ്ങൾ അങ്ങോട്ട് ഓടാൻ തുടങ്ങിയാൽ ഞങ്ങളെ സ്വീകരിക്കാൻ 68 രാജ്യങ്ങളുണ്ട്. നിങ്ങളാണ് ഓടേണ്ടതെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു നേപ്പാളല്ലാതെ വേണ്ട. അങ്ങോട്ട് ചെല്ല് ഓടാൻ, അങ്ങോട്ട് സ്വീകരിക്കും. ഇപ്പൊ മൂപ്പറിന്റെ സമുദായം പോട്ടെ, മൂപ്പർക്ക് ഓടാൻ പറ്റിയോ? അപ്പൊ ഇതാ പറയുന്നത്, അവനാന്റെ പടച്ചതമ്പുരാൻ നൽകിയ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കി സമുദായ മനസ്സുകളിൽ വിഷബീജം കുത്തിവെച്ച് അനുഭവിക്കട്ടെ. ഇപ്പൊ ഇന്നിവിടെ പുറത്തിറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സത്യത്തിൽ വ്യക്തിപരമായ അയാളുടെ സ്നേഹമുള്ള ആളുകളല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ളതാ. മാത്രമല്ല, ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു, ഖുർആനിന്റെ വെളിച്ചം ഈ കേരളക്കരയിൽ കൊണ്ടുവരാൻ അക്ഷീണം പ്രയത്നിച്ച, അവിശ്രമ പരിശ്രമം നടത്തിയ ഈ നൂറ്റാണ്ടിന്റെയും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെയും എന്ന് തന്നെ പറയാം ഷഹീദായ മൗലവി ചേകനൂരിനെ നിഷ്കരുണം വധിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക്. അതെങ്ങനെയാണ് ആ പങ്കെന്നറിയോ? കത്തിൽ കഴുത്തി വെക്കാൻ മൂപ്പരുണ്ട് വന്നതുമല്ല, കയറിടാൻ മൂപ്പർ വന്നതല്ല. ഈ പങ്കിന് കോലങ്ങൾ പലതുണ്ട്. ആ സംഭവം നടന്നതിന്റെ, ആ ദാരുണമായ സംഭവം നടന്നതിന്റെ 3-ാം ദിവസം കൊല്ലം ജില്ലയിൽ എന്താണ് ഒരു പള്ളിയുടെ സ്ഥലം ഉണ്ടല്ലോ, കരുനാഗപ്പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ആദർശത്തിലൊന്നും ഒന്നല്ല. എനിക്കൊരു പ്രസംഗം ഉണ്ടാവും അവിടെ, കോഴിക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, വടാനപ്പള്ളിയിൽ, എന്താണ് സ്ഥലത്തിന് പേര്? കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കടലോരമാണ് കോഴിക്കോട്. അവിടെ എനിക്കൊരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് ഞാൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നെ വണ്ടിയിൽ കൊണ്ടുപോവാം. അപ്പം ആ സമയത്ത് റോഡ് മുഴുവൻ കുറച്ചും കൊണ്ട് എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ കുറേ ബഹളം നിർത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു, വണ്ടി ഒന്ന് നിർത്തും, എന്താണ് സംഭവം നമുക്കൊന്ന് കേട്ട് എന്താണ് പോവാം. അപ്പോൾ ഇയാൾ പ്രസംഗിക്കാൻ, ആ പ്രസംഗത്തിൽ ഈ ഒരു ഭാഗം എത്തുമ്പോഴാണ് അവിടെ എത്തുന്നത്. അങ്ങനെ ഇസ്ലാമിന് ഒരു മുസീബത്ത് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ശരിയാക്കി. അത് മാത്രമല്ല, അന്നത്തെ ജംഇയ്യത്തുൽ ഇഹ്സാനിയ്യ, ഞാൻ ആ ഭാഗമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതിന് ബീജാഭാവം നൽകിയതിൽ ഒരു പങ്ക് ഇദ്ദേഹത്തിനുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ പല കോലത്തിലും വരും. അള്ളാഹുവിനോട് കളിച്ചാൽ, അവന്റെ ഗ്രന്ഥത്തിനോട് കളിച്ചാൽ, അവന്റെ ഗ്രന്ഥം ജനസമക്ഷം അവതരിപ്പിക്കുന്നവരോട് കളിച്ചാൽ ആ കളി ഞാൻ പഠിപ്പിക്കുമെന്ന് ഖുർആനാ പറഞ്ഞത്. ഒരു സംശയവും വേണ്ട. ഇനി വേറെ ചില ആളുകൾ ഇന്ന് നെളിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കണ്ട, ദൂരവ്യാപകമായ നാശം അടുത്ത് വരാനിരിക്കുന്നു. സംശയം വേണ്ട. സംശയം ലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വെളിച്ചമുണ്ടല്ലോ, ഈ വെളിച്ചം നമ്മുടെ നാടാകെ പ്രചരിക്കണം. ആ വെളിച്ചം പ്രചരിക്കാൻ നമുക്കാകുന്നത് നാം ചെയ്യണം. ഇത് നമ്മുടെ കുടുംബത്തിന്റെ വിഷയം എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നുവോ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യണം. കേവലം ഒരു സംഘടനയോടുള്ള സമീപനമല്ല നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഒരു മകന്റെ കാര്യം, ആ മകന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഒരു മകളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഒരു മകളുടെ വിവാഹത്തിന്റെ കാര്യം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടി നാം കണക്കിലെടുക്കുമോ അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ വിഷയം കണക്കിലെടുക്കണം. സംഘടനാ തലത്തിലല്ല ഞാൻ പറയുന്നത്, ആദർശം കൊണ്ട്. ഇതിന്റെ ഏക ജിഹ, ഇതിന്റെ ഏക വോയിസ്, നമ്മുടെ ഏക വോയിസാണ് നമ്മുടെ മാസിക വേദദർശനം. ആ വേദദർശനം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ട്, വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, പ്രവർത്തിച്ചതുകൊണ്ട് അതിന്റെ കെട്ടും മട്ടും നന്നായി. നമ്മുടെ ശത്രുപാളയത്തിലുള്ള ആളുകൾ പോലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആദർശത്തിനോട് 100% യോജിക്കാൻ അവർക്ക് പലർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ ആശീർവാദങ്ങൾ, മംഗളങ്ങൾ
ആശംസകൾ അവർ അറിയിക്കുന്നു. പണിയെടുത്തതിന്റെ പേരിലാണ്, പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ ഒന്നുകൂടി അതിന്റെ എല്ലാ അർത്ഥത്തിലും വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോ ഇത് ഇട്ടുവീഴാൻ പാടില്ല. ശത്രുക്കൾക്ക് മുഖങ്ങൾ പലതുണ്ട്. നാം ശ്രദ്ധിക്കണം, നാം ശ്രദ്ധിക്കേണ്ടതുണ്ടത്. ശത്രു പക്ഷത്തിന് മുഖങ്ങൾ പലതുണ്ട്. ശത്രുക്കൾക്ക് കണ്ണ് കാണുകയില്ല, ശത്രുക്കൾക്ക് കണ്ണില്ല, അവർ അന്ധരാണ്. ഖുർആനാ പറയുന്നത്. ഖുർആൻ പറയുന്ന അന്ധരുണ്ടല്ലോ, അത് കണ്ണ് കാണാത്തവരെ കുറിച്ചല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കണ്ണ് കാണാത്തവർ എന്ന് സത്യത്തിൽ കണ്ണ് കാണാത്തവരെ കുറിച്ച് അള്ളാഹു കളിയാക്കിയതല്ല. കാണാൻ കണ്ണുണ്ടായിരിക്കെ അന്ധത നടിച്ചവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അത്തരം വിമർശനങ്ങളും പരാമർശങ്ങളും ഉള്ളത്. ഒരു പ്രസ്ഥാനം, ഒരാശയം അതിന്റെ മൂർധന്യ ഭാവത്തിലെത്തുമ്പോൾ അതിന്റെ പ്രവർത്തകനാണ് എന്ന് ഭാഗ്യമായി നടിച്ചവർ പോലും അതിന്റെ സത്യം ശരിയായ പുലർച്ചയിലേക്ക് എത്തുമ്പോൾ പലരും പിൻവാങ്ങും. ഇസ്ലാമിന്റെ തന്നെ ആവിർഭാവ കാലം അതിന് സാക്ഷിയാണ്. وممن حولكم من الأعراب منافقون ومن أهل المدينة مرضوا على النفاق لا تعلمهم نحن نعلمهم. ഓ പ്രവാചക, അങ്ങയുടെ പിന്നാലെ നടക്കുന്നവരിലും അങ്ങ് മദീനക്കാരിലും പെട്ടവർ കടുത്ത റൂട്ട് തെളിച്ച മുനാഫിക്കുകൾ ഉണ്ട്, കപടന്മാരുണ്ട്. ലാ തഅലമുഹും, ഒരു ശരാശരി മനുഷ്യനാണ് അങ്ങ് എന്നതുകൊണ്ട് തന്നെ, പച്ച മനുഷ്യനായതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാൻ അങ്ങേക്ക് കഴിയുന്നില്ല. നഹ്നു നഅലമുഹും, അദൃശ്യജ്ഞാനിയായ ത്രികാലജ്ഞാനിയായ നമുക്ക് അവരെ അറിയാം. അതുകൊണ്ട് അവരുടെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണ് ഖുർആൻ പല സ്ഥലങ്ങളിൽ വ്യക്തമാക്കി. അതുകൊണ്ട് മുനാഫിക്കിന്റെ നിഫാഖ്, കപടന്റെ കാപട്യം, ശത്രുവിന്റെ ശത്രുത, ഇങ്ങനെ അത് പല മുഖങ്ങളിലൂടെയും പല നിലക്കും വരും. ഒരു സംശയവും വേണ്ട. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ സഹായം ഉണ്ടാകും. നമ്മൾ ഒരു പക്ഷേ ഭാര്യയുടെ മുന്നിൽ അനഭിജ്ഞനായിരിക്കാം, ഭർത്താവിന്റെ മുന്നിൽ അങ്ങനെ ഭ്രഷ്ട് കൽപ്പിച്ചേക്കാം, അതല്ലെങ്കിൽ ബാപ്പയുടെ മുന്നിൽ, ഉമ്മയുടെ മുന്നിൽ, കുടുംബത്തിന്റെ മുന്നിൽ. പക്ഷേ ആദർശം അതൊന്നു മാത്രമേ ഉള്ളൂ. അത് ആരുടെ മുന്നിലും നമുക്ക് പണയം വെക്കാൻ സാധ്യമല്ല. അത് പണയം വെക്കാൻ നാം സന്നദ്ധരായിരുന്നുവെങ്കിൽ നമുക്ക് പലതും വാരിക്കൂട്ടാൻ സാധിച്ചേനെ. നാം ഇവിടെ ഇന്ന് ഇരിക്കേണ്ടി വരുന്നില്ല. പല ഉന്നതങ്ങളിലും നാം വഴി നടത്തപ്പെട്ടേനെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നാം കടപുരളാതെ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ ആദർശം, ഖുർആനിക ആദർശം, അത് മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് അന്തസ്സുള്ളൂ. അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് സാമീപ്യം പ്രതീക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എന്നോടെന്ന പോലെ ഞാൻ നിങ്ങളോടും ഉപദേശിക്കുകയാണ്, കെഞ്ചുകയാണ്, യാചിക്കുകയാണ്. ഈ ആദർശത്തിന് വേണ്ടി പണിയെടുക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ. ഇനി ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞേക്കണം, ഇന്നി ഖരീബ്, ഞാൻ അവരുടെ മുന്നിലുണ്ട്. ഉജീബു ദഅവത ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് ഖുർആനിലുണ്ടല്ലോ. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഉണ്ടാവുന്നതും അതായിരിക്കും. എന്നാ അങ്ങനെ ആരെങ്കിലും പറയുമ്പോ, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിർത്താതെ ബാക്കി ബോർഡും കൂടി ഓതുക. ബാക്കി ആയത്തല്ല, വേറെ ആയത്തല്ല, ഇപ്പറഞ്ഞ ആയത്തിന്റെ തന്നെ ബാക്കി ഇങ്ങോട്ട് ഓതുക. എന്താണ്? വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് എൻ്റെ അടിമകൾ, എൻ്റെ ദാസന്മാർ എന്നോട് ചോദിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ പറഞ്ഞേക്കണം, ഫഇന്നി ഖരീബുൻ, ഞാൻ വിദൂരസ്ഥനല്ല, ഞാൻ ആകാശത്ത് കയറിയിരിക്കുന്നവനല്ല, ഞാൻ അവരോടൊപ്പമുണ്ട്. ഉജീബു, ഞാൻ പ്രത്യുത്തരം നൽകും. ദഅവത ദാഇ, ദാഇയുടെ, ആരാദായി, കേവലം പ്രാർത്ഥിക്കുന്നവനല്ല, അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യുന്നവനാണ്. അതാണ് ദാഇ. ആ ദാഇയാണ്. ഇതിന്റെ അർത്ഥം പറയാം, ഫൽയസ്തജീബു ലീ വൽയുമിനു ബി.
ബാക്കിയൽ വേറെ ആയത്തല്ല കേട്ടോ, അതേ ആയത്തിന്റെ ബാക്കി ഭാഗം. അതുകൊണ്ട് എന്റെ ഉത്തരം അവർക്ക് കിട്ടണോ? ഫൽയസ്തജീബു ലീ, എനിക്ക് അവർ ഉത്തരം നൽകട്ടെ. വൽയുമിനൂ ബി, എന്നെ അവർ അംഗീകരിക്കട്ടെ. അപ്പൊ എന്നെ അംഗീകരിക്കാനും എന്റെ വിളിക്ക് ഉത്തരം നൽകാൻ, എന്റെ വിളിക്ക് ഉത്തരം നൽകാന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അപ്പടി സ്വീകരിക്കുക. ഇത് ചെയ്താൽ ഞാൻ എന്താവും? അവന്റെ പിന്നാലെ ഉണ്ടാവും. സൂറത്തുൽ ഫുർഖാൻ, ഫുർഖാന്റെ അവസാനം, ഓ പ്രവാചക പ്രഖ്യാപിക്കുക, മാ യഅ്ബഉ ബിക്കും റബ്ബി, എന്റെ നാഥനായ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉക്കും, നിങ്ങൾ കീഴൊതുങ്ങി ജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ തോന്നിയ പോലെയാണെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല. അല്ലാതെ എങ്ങനെ ഉയർന്നോളൂ പരിഗണിക്കും എന്ന് അല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ നിയമം അജയ്യമാണ്. അത് എല്ലാവിധ തെറ്റുകൾക്കും അതീതമാണ്. അതുകൊണ്ട് സംശയലേശമന്യേ അതിനെ ഫോളോ ചെയ്യുക. നിസ്സംശയം വിജയം ഉറപ്പാണ്. ആ വിജയത്തിന് വേണ്ടി നാം യത്നിക്കുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, സംശയമില്ല. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാമുൻ അലൈക്കും.